ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യ ആയിരിക്കാൻ എന്നെ സഹായിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ നോക്കിയപ്പം 2024 നവംബർ 18-നാണ് നിങ്ങളുടെ അടുക്കൽ ഞാൻ വന്നത്. ഇപ്പൊ നവംബർ 25, നവംബർ 12-ന് ഏകദേശം ഒരു വർഷം ആകാറായപ്പോഴത്തേക്ക് വീണ്ടും നിങ്ങളുടെ മധ്യ എന്നിട്ട് ഓർക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. അല്ലല്ലോ വചനം ഹൃദയത്തിൽ കിടക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നന്മയായി തീരട്ടെ. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ഫേബാൻറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. അല്ലല്ലോ എനിക്ക് ഒരു ഭർത്താവും ഒരു മോളും, ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, മോളും ഉണ്ട്. ഞങ്ങള് തിരുവല്ലായ്ക്കും ചെങ്ങന്നൂരിനും നടുക്ക് ഉള്ള സ്ഥലത്ത്, രണ്ടിടത്തും ഒരേപോലെ ദൂരം നടുക്ക് താമസിക്കുന്നു. തിരുമൂലപുരത്തുള്ള ആന്റി പറയണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ അങ്ങ് ഇൻട്രഡക്ഷൻ പറ്റി. ഞാൻ ഇൻട്രഡക്ഷൻ ഒന്നും പറയാറില്ല. അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡ് ചർച്ച് സഭയിലെ ഒരംഗമായി ആയിരിക്കുന്നു ഞാൻ. ഓക്കെ, ഞാൻ ആന്റിയോട് ഇന്നലെ പറഞ്ഞു, യൂദായുടെ ലേഖനമേ നമ്മൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? യൂദാ ശരിക്കും യേശുവിന്റെ സഹോദരനാണ്. പക്ഷെ യൂദാ അതിനകത്ത് എഴുതിയേക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദാസനും. ഓ, എന്നോ എഴുത്താ. നമ്മൾ വല്ല എവിടെങ്കിലും ചെറിയ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മാച്ചന്റെ മോൻ, എൻ്റെ അപ്പന്റെ പെങ്ങളുടെ മോൻ, ഇങ്ങനെ പറഞ്ഞു കുറെ റെവറൻറ്റുകളും കുറെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയും. പക്ഷെ ഭക്തൻ എഴുതി വെച്ചേക്കുവാ, ഓ, എനിക്ക് ബന്ധങ്ങളൊന്നും പറയാനില്ല, ഞാൻ അവന്റെ ദാസനാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ദാസനും ഹല്ലേലൂയ യാക്കോബിന്റെ സഹോദരനുമായ യൂദാ. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതിനകത്ത് പറഞ്ഞേക്കുന്ന വാക്യങ്ങളൊക്കെ വിളിക്കപ്പെട്ടവർക്ക്, യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർക്ക്, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്ക് എഴുതുന്ന കേട്ടോ. അത് ആ വിഷയമല്ല നമ്മുടെ വിഷയം. ഹല്ലേലൂയ, അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ പറയാനായിട്ട് നിങ്ങളുടെ മധ്യ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഞാൻ 1-2 ഇടത്ത് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നിമി ജോസൊക്കെ ഞെവിക്കാറും മെസ്സേജൊക്കെ ഞാൻ കാണാറുണ്ട്. പലരും ഇതിനകത്തുള്ള പല മുഖങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊന്നും കേട്ടിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എന്നാലും പറയുമ്പം എപ്പോഴും എന്നോട് എൻ്റെ സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്. അവർ പറയും ഓരോരുത്തർ വചനം ഒന്നാണെങ്കിലും പറഞ്ഞതല്ല പറയുന്നത്, കാരണം ദൈവാത്മാവാണല്ലോ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പാൽക്കാല എബ്രായ ലേഖനത്തിൽ നിന്ന് എനിക്ക് ഒരു കുറച്ച് നാൾക്ക് മുമ്പേ എബ്രായ ലേഖനം അങ്ങ് വായിക്കുന്നു. ഭയങ്കര, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ബൈബിൾ കോളേജിലൊന്നും പഠിച്ച വ്യക്തിയല്ല. എൻ്റെ ഭർത്താവ് ഒരു പാസ്റ്ററല്ല, ഒരു വിശ്വാസിയാണ് ഞങ്ങള്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എബ്രായ ലേഖനം വായിരി ഇനി സൺഡേ സ്കൂളും പഠിച്ചിട്ടില്ല, കാരണം എൻ്റെ കുടുംബ വീട്ടിലാണ് ഞങ്ങളുടെ ആരാധന തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു വന്ന് എന്നെ അങ്ങ് നേരെ പിടിച്ച് സൺഡേ സ്കൂൾ ടീച്ചർ ആക്കുമായിരുന്നു. കൊച്ചു പിള്ളേരില്ലല്ലോ, 4-5 പേരല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സൺഡേ സ്കൂളും പഠിപ്പിച്ചിട്ടില്ല, പിന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ, അത്രേ ഉള്ളൂ. അപ്പം ഈ എബ്രായ ലേഖനം വായിര് അപ്പൊ ഇങ്ങനെ ഞാൻ കുറെ കഴിഞ്ഞപ്പോ എബ്രായ ലേഖനം ഇങ്ങനെ തിരിച്ചും മറിച്ചും വായിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അതിനകത്ത് ചില വാക്യങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാൻ അങ്ങ് ആ വചനത്തോടുള്ള എന്റെ സ്നേഹമല്ല, എന്നെ കൊണ്ട് സ്നേഹിപ്പിക്കുക. കാരണം ഞാൻ കുറെ വാക്യങ്ങളൊക്കെ അങ്ങ് ബൈഹേർട്ടാക്കി. ബൈഹേർട്ട് വെച്ചാൽ കാണാതെ പഠിക്കുമല്ല, അതെന്റെ അസ്ഥിമേലും അതെന്റെ ഹൃദയത്തിലും ഒക്കെ അങ്ങോട്ട് വ്യാപരിക്കാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പം അതിന്റെ അർത്ഥങ്ങൾ പെതുക്കെ പറഞ്ഞു തന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ദൈവം തമ്പുരാ ഇതിനകത്തുനിന്ന് എനിക്കൊരു 9 വാക്കുകളാ തന്നത്. 9 വാക്കുകൾ. 9 വാക്ക് ഒരിക്കലും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. കൂടി വന്ന ഒരു 4, അല്ലെ അങ്ങേയറ്റം പോയാൽ 5 പറയാൻ പറ്റും, അതിൽ കൂടുതൽ പറയാൻ പറ്റത്തില്ല. എനിവേ, ഹല്ലേലൂയ, ഞാൻ ആ വാക്കുകളൊന്ന് പറഞ്ഞേക്കാം, എന്നിട്ട് നമുക്ക് മെസ്സേജിലേക്ക് കിടക്കാം. ഒന്നാമത്തെ വാക്ക് കരുതിക്കൊള്ളണം. രണ്ടാമത്തെ വാക്ക് നോക്കണം. മൂന്നാമത്തേത് ഭയപ്പെടണം. നാലാമത്തത് ഉത്സാഹിക്കണം. അഞ്ചാമത്തെ അടുത്തു ചെല്ലണം. ആറാമത്തത് തള്ളിക്കളയരുത്. ഏഴാമത്തത് ധ്യാനിക്കണം. 8 സേവ ചെയ്യണം. 9 മറക്കരുത്. അതിൽ നമുക്ക് ആദ്യത്തെ വാക്കുകളായ ഹല്ലേലൂയ കരുതിക്കൊള്ളണം എന്ന വാക്ക് തന്നെ ഹല്ലേലൂയ ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ജിൻസോയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വളരെ സ്നേഹബന്ധത്തിലാണ്, ദൈവവേലയിലായിരിക്കുന്ന ദൈവവചനൊക്കെ ശുശ്രൂഷിക്കുന്ന ദൈവദാസിയാണ്. ഹല്ലേലൂയ. വീണ്ടും കാണാൻ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുതിക്കൊള്ളണം. 2-ാം അധ്യായം നമുക്ക് എല്ലാം അറിയാവുന്ന വാക്കാണ്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ട് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കരുതിക്കൊള്ളണം. എന്താണ് കരുതേണ്ടത്? കേട്ടത്. അപ്പൊ കേൾക്കുന്ന കാര്യങ്ങളെല്ലാമാണോ? അതിന്റെ താഴോട്ട് പറയുന്നുണ്ട്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. അപ്പം കരുതിക്കൊള്ളേണ്ടത് എന്താണ്? വചനം നമ്മൾ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം, സ്റ്റോർ ചെയ്തു വെക്കണം. അല്ല, കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ എന്താ?
സ്റ്റോർ ചെയ്തു വെച്ചിരിക്കണം വചനം. അതിനുള്ള 3 കാരണങ്ങൾ, ഒത്തിരി കാരണങ്ങളുണ്ട്. 3 കാരണങ്ങൾ എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാരണമാണ് ഒഴുകി പോകാതിരിക്കാൻ. അല്ലല്ലോ, വചനം സ്റ്റോർ ചെയ്തു വെക്കേണ്ടതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒഴുകി പോകാതിരിക്കാൻ. നമുക്കറിയാം, വലിയ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ വീടുകളൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വയനാട് വീട് എവിടാ, വസ്തു എവിടാ, മതിലെവിടാന്ന് അറിയുമോ? പിന്നെ ആ ദേശത്ത് പോലും ഇല്ല. അങ്ങനെ നമ്മളെ ഒഴുക്കി കളയേണ്ടതിന്, ഹല്ലേലൂയ, നമ്മുടെ ആത്മീയതയെ ഒഴുക്കി കളയേണ്ടതിന്, ഭൗമികമായി ഒഴുക്കി കളയേണ്ടതിന്, നമ്മുടെ തലമുറയെ ഒഴുക്കി കളയേണ്ടതിന്, ശരീരത്തെ, ആരോഗ്യത്തെ ഒഴുക്കി കളയത്തക്ക രീതിയിലുള്ള വിഷയം നമ്മുടെ മുമ്പിൽ വരുമെന്നേ. എല്ലാ ദൈവ പൈതലിനും വരും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ അഭിമുഖീകരിച്ച ഒരു വിഷയം ഞാൻ ഷെഫ് ബാൻഡിക്ക് എന്റെ സാക്ഷ്യം ഇട്ട് കൊടുത്തു. അതൊരു വലിയ മെസ്സേജായി മാറി. പക്ഷെ ഞാൻ അഭിമുഖീകരിച്ച സമയത്ത് ഞാൻ ഒത്തിരി കണ്ണുനീര് കുറിച്ച. എല്ലാവർക്കും വരും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഹല്ലേലൂയ എന്താ പറയുന്നത്? ഹല്ലേലൂയ, ഒഴുക്കി വിഷയം വരും. വിഷയം വരുമ്പോൾ ഒഴുകി പോകാതിരിക്കണമെങ്കിൽ എന്തോ ചെയ്തോണം? വചനം സ്റ്റോർ ചെയ്ത് വെച്ചോണം, കരുതി വെക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, വചനം ഹല്ലേലൂയ കരുതി വെക്കേണ്ടതിന്റെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അതിനകത്ത് താഴെ തന്നെ പറയാ, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. അതൊന്നുകൂടെ മനസ്സിലാക്കാൻ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാനത് വായിപ്പിക്കുന്നുമില്ല, ഞാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ദൈവം പണ്ട് നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തത് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം. 2-ാം അധ്യായത്തിൽ പറഞ്ഞ ദൂതന്മാർ മുഖാന്തരം. അതായത് ദൈവം നേരിട്ടല്ല നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചത്. നമ്മുടെ പിതാക്കന്മാരോട് സംസാരിക്കാൻ ദൈവം ഒന്നിലൊരു പ്രവാചകനെ തിരഞ്ഞെടുക്കും, അല്ലെ ദൂതനയോട് കൂടെ പറയും. അത് മുഴുവനായിട്ട് പറയാറില്ല. ഹല്ലേലൂയ. എല്ലാം വിവിധമായും ഘട്ടം ഘട്ടമായി ഭാഗമായി പൂർണ്ണമായി കൊടുത്തിട്ടില്ല. എന്നിട്ട് പറയുക കേട്ടോ, ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ മോശ മുഖാന്തരം ഇസ്രായേലിനും മക്കളോട് സംസാരിച്ചു. യോശുവ ദൈവം നേരിട്ട് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചില്ല, പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചു. എന്നിട്ട് പറയുക, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരുന്നു, ഓരോരോ ലംഘനത്തിനും ഹല്ലേലൂയ എന്ത് ചെയ്തു? അനുസരണക്കേടിന് ന്യായമായ പ്രതിഫലം കിട്ടി. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ വചനം അവർ കേട്ടത് നേരിട്ടല്ല. നമ്മുടെ കയ്യിൽ ഇന്ന് ഇരിക്കുന്നത് പോലെ സത്യവേദ പുസ്തകം അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു പൂർണ്ണ രൂപമായി കിട്ടിയിട്ടില്ല. ഭാഗമായി പ്രവാചകന്മാരോ ദൂതന്മാരോ മുഖാന്തരം മാത്രമാണ് സംസാരിച്ചത്. എന്നിട്ടും അനുസരണക്കേട് കാണിച്ചപ്പോൾ ന്യായമായ ശിക്ഷ ലഭിച്ചു കേട്ടോ. എന്നാൽ പുതിയ നിയമവിശ്വാസിയെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മളോട് സംസാരിച്ചത് പ്രവാചകനല്ല, അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചത് ദൂതനല്ല. അല്ലെങ്കിൽ പുതിയ നിയമവിശ്വാസിയോട് യേശു ക്രിസ്തു നേരിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. സ്വർഗത്തിലിരുന്ന ദൈവപുത്രൻ സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ കടന്നു വന്ന് 2-ാം അധ്യായത്തിൽ എന്റെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അത്ഭുതങ്ങൾ നടത്തി, വീര്യപ്രവൃത്തി. ഇതിനകത്ത് യേശുവിന്റെ അത്ഭുതം അനുഭവിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടവരല്ലേ? അനേക ചെങ്കടലുകളെ കടന്നവരല്ലേ? അല്ലെങ്കിൽ യേശു ഭൂമിയിലായിരുന്നപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടത്തി. മാത്രമല്ല പരിശുദ്ധാത്മാവിനെ നൽകി കേട്ടോ. പുതിയ നിയമത്തിൽ ചിലടത്ത് പറയുന്നുണ്ട് യേശുവിന്റെ ആത്മാവെന്ന്. നമ്മൾക്ക് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ യേശുവിന്റെ ആത്മാവിനെ തന്നേച്ചാണ് അപ്പൻ പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോയേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറയുമ്പോ പുത്രൻ മുഖാന്തരം നമ്മളോട്, പുതിയ നിയമ വിശ്വാസിയായി നമ്മോട് നേരിട്ട് അരുളി ചെയ്തേക്കുക. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ അത് മാത്രമാണോ? ഹല്ലേലൂയ സാക്ഷി നിന്നവർ കേട്ടത്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1 നമുക്കറിയാമല്ലോ. യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും. അവർ യേശുവിനെ കണ്ടതാ, അവർ കേട്ടതാ, അവർ നോക്കിയതാ, അവർ തൊട്ട
സ്പഷ്ടത, ഹല്ലേലൂയ, ആ സത്യവചനം അവരെ കൊണ്ട് നമ്മളോട് പറയിപ്പിച്ചു കേട്ടോ. പൗലോസ് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, അകാല പ്രജ്ഞയായി എനിക്കും ഒടുവിൽ അവൻ പ്രത്യക്ഷനായി. അപ്പൊ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം പുതിയ നിയമ വിശ്വാസിയെ യേശു ക്രിസ്തു നേരിട്ട് നമ്മളോട് സംസാരിച്ചു. പിന്നീട് തന്നെ കണ്ടവർ, തന്നെ തൊട്ടവർ, തന്നെ അനുഭവിച്ചറിഞ്ഞവർ, അവർ കണ്ട സാക്ഷ്യങ്ങൾ എഴുതിയിരിക്കുന്നതാണ് ഈ വേദപുസ്തകം. എന്നിട്ട് പറയുക, പൂർവകന്മാർക്ക് ഇതൊന്നുമില്ലായിരുന്നു, അവരോട് ദൈവം നേരിട്ട് സംസാരിച്ചിട്ടില്ല, എങ്കിലും അവർ അനുസരണക്കേട് കാണിച്ചപ്പോൾ ന്യായമായ ഹല്ലേലൂയ പ്രതിഫലം കിട്ടിയെങ്കിൽ, പ്രിയ ദൈവമേ, പുതിയ നിയമ വിശ്വാസിയെ, നമുക്ക് എങ്ങനെ ശിക്ഷയിൽ നിന്ന് ഒഴിയും? ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്ന ഈ വചനത്തെ എന്തോ ചെയ്തോണം, കരുതിക്കൊള്ളണം. നമുക്ക് ഒരു എക്സ്ക്യൂസും പറയാനില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ശിക്ഷയിൽ നിന്ന് തെറ്റി ഒഴിയാൻ പറ്റത്തില്ലേ? ഇല്ല. ഒന്നാലോചിച്ച്, സ്വർഗത്തിൽ ഇരുന്ന ദൈവപുത്രനെ ഇറങ്ങി വന്ന് നേരിട്ടാ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തെ എന്തോ ചെയ്തോണം, കരുതിക്കൊള്ളണം. മൂന്നാമത് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അതിന്റെ ഹല്ലേലൂയ 3-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, എന്നിട്ട് പറയാ, പിതാക്കന്മാരെ പോലെ, അതായത് വചനം കേൾക്കുമ്പോൾ പിതാക്കന്മാരെ പോലെ ഹൃദയം എന്ത് ചെയ്യല്ലേ? കഠിനമാക്കരുത്. വചനം കേൾക്കുമ്പോ എന്ത് ചെയ്യല്ലേ? ഹൃദയം കഠിനമാക്കരുത്. ഹൃദയം കഠിനമായാൽ അടുത്തത് പറയുക, അല്ലെ, ദൈവത്തിന്റെ നീരസം ഉണ്ടാകും. വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ, 10-ാം വാക്യത്തിൽ പറയാം, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ അനുതാപം വരണം. അതൊരു കൊച്ചുകുട്ടി പറഞ്ഞാൽ പോലും ഏറ്റെടുത്ത് ആ വചനത്തെ അങ്ങ് സ്വീകരിക്കണം. പകരം ഹൃദയം കഠിനപ്പെട്ടാൽ ദൈവത്തിന്റെ നീരസം ഉണ്ടാകും. അടുത്തത് സംഭവിക്കുന്ന അനന്തര ഫലം എന്താണെന്നറിയാമോ? അത് ഭയാനകമാ. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തു. അല്ലെങ്കിൽ വചനം കേട്ടിട്ട്, തുടക്കം എവിടുന്നാ വന്നത്? വചനം കേട്ടിട്ട് ഹൃദയത്തെ കഠിനപ്പെടുത്തി ദൈവത്തിന്റെ നീരസമുണ്ടായി. ഒടുവിൽ എന്ത് സംഭവിച്ചു? സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പ്രിയ ദൈവത്തിലെ ഹല്ലേലൂയ, ഹല്ലേലൂയ, 113 പേരോളമുണ്ട്. ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന പറയുക. ഹല്ലേലൂയ, എല്ലാ ബുധനാഴ്ചയും നിങ്ങൾ ദൈവവചനം കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ചർച്ചുകളിൽ കേൾക്കുന്നുണ്ട്. എന്നാൽ കേൾക്കുന്ന വചനത്തെ എന്തോ ചെയ്തോണം? ഹൃദയം കഠിനപ്പെടുത്തരുതേ. ഇന്ന് പകൽക്കാലം ഞാൻ വളരെ കേണപേക്ഷിക്കുക. ഏത് വചനം, ഞാൻ എപ്പോഴും പറയും, ഹല്ലേലൂയ, അനുഗ്രഹത്തിന്റെ വചനമാണെങ്കിലും ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചയിൽ ഞാൻ പറയും എനിക്കുള്ളതാ. ശുദ്ധീകരണത്തിന്റെ വചനമാണെങ്കിലും അത് എനിക്കുള്ളതാ. ഞാൻ അപ്പുറത്തിരിക്കുന്നവർക്കോ ഇപ്പുറത്തിരിക്കുന്നവർക്കോ വിട്ടുകൊടുക്കത്തില്ല. നമ്മൾ പലപ്പോഴും അനുഗ്രഹത്തിന്റെ വചനം നമുക്കും നമ്മുടെ തലമുറകൾക്കും എന്ന് പറയും. ശുദ്ധീകരിക്കുന്ന വചനം പറയുമ്പോൾ പറയും അങ്ങേറ്റത്തിരിക്കുന്ന അച്ചായനുള്ളതാന്ന് പറയും. അങ്ങനെ ആകല്ലേ. വചനത്തെ കേട്ടാൽ എന്തോ ചെയ്തോണം? ഹൃദയത്തെ കഠിനപ്പെടുത്തരുതേ. അല്ലെങ്കിൽ കഠിനപ്പെടുത്തിയാൽ ദൈവത്തിന് നീരസം ഉണ്ടാകും. നീരസം ഉണ്ടായാൽ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചത് അതിനു വേണ്ടി മാത്രമല്ലേ? കർത്താവിന്റെ വരവിൽ പോകാൻ വേണ്ടി അല്ലേ ഇറങ്ങി തിരിച്ചത്? എന്നാൽ ഈ വചനത്തോട് ഹല്ലേലൂയ ബഹുമാനം കാണിച്ചില്ലെങ്കിൽ, ഈ വചനത്തോന്റെ മുമ്പിൽ ഹൃദയത്തെ താഴ്ത്തി കൊടുത്തില്ല എങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രസാദത്തിന് പകരം നീരസം ഉണ്ടാകും. അതോടുവിൽ ചെന്നെത്തിക്കുന്നത് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒഴുകിപ്പോ വചനം കരുതിക്കൊള്ളണം എന്നുള്ളതിന് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ 1, ഒഴുകിപ്പോകാതിരിക്കാൻ. അത് പറയുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ അനുഭവം പെട്ടെന്ന് പറഞ്ഞു വിടാം. എന്റെ ഒരു 10-15 വർഷമൊന്നും അല്ല, അതിനു മുമ്പ്, എന്റെ ഓർമ്മ എനിക്ക് അത്രയും കറക്റ്റില്ല. എന്റെ ചേച്ചി ഒരു യൂട്രസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു. ICUന്ന് റൂമിൽ കൊണ്ടുവന്ന ഒരു സൺഡേയാ റൂമിൽ കൊണ്ടുവന്നേക്കുന്നത്. സൺഡേ നമുക്കറിയാമല്ലോ, ജൂനിയർ ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു വൈകിട്ട് ആയപ്പോഴത്തേക്ക് ഭയങ്കര ചുമയങ്ങ് തുടങ്ങി. നമുക്കറിയാം
ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആൾക്ക് ചുമയ്ക്കാൻ പറ്റത്തില്ലല്ലോ, ഇത് ഭയങ്കര ശക്തമായി ചുമയ്ക്കാൻ തുടങ്ങി. അവരോട് പറഞ്ഞ് അവരുടെ ഡോക്ടറോടൊക്കെ വിളിച്ച് ചോദിച്ച് മരുന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, വിക്സ് ഗുളിയൊക്കെ കൊടുത്തിട്ടും മാറുന്നില്ല. ഒപ്പം അന്നേരം ചേച്ചിയുടെ ഹസ്ബൻഡും മോനും മോളും ഞാനും ഉണ്ട് ആ റൂമില്. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചേച്ചിയുടെ മോൾ അന്ന് 10ാം ക്ലാസ്സിലാണോ +1-നാണോ അത്രയും പ്രായമുള്ളൂ. പ്രാർത്ഥിക്കാൻ ചെന്ന് നിൽക്കുക ഈ കുഞ്ഞ് ഒരു ഫൗണ്ടനീന്ന് വെള്ളം അല്ലല്ലേ പുറത്തു വരുന്നത് പോലെ വചനം വിളിച്ചു പറഞ്ഞ് അല്ലറിക്കരയാൻ തുടങ്ങി. ഇവിടെ അങ്ങ് പേടിച്ച് അമ്മ ചുമക്കുന്നത് കണ്ടുകൊണ്ട്. അല്ലല്ലേ മക്കളെ, ഒത്തിരി വലിയ ലേഖനത്തിൽ നിന്നൊന്നും അല്ല, സങ്കീർത്തനങ്ങളിൽ നിന്നും. അവൾക്കറിയാവുന്ന 10ാം ക്ലാസ്സുകാരിക്ക് എത്ര വചനം പറയാൻ പറ്റും? അവൾക്കറിയാവുന്ന വചനം അവളുടെ ജീവിതത്തിന്റെ വിഷയത്തിന്റെ മുമ്പിൽ അവൾ വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ അവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചുമ നിന്ന് കേട്ടോ. ഞങ്ങൾ ആരും അവളോട് പറയാൻ പറഞ്ഞില്ല, പ്രാർത്ഥിക്കാൻ കൈ പിടിച്ചുടനെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ സുഖകരമായി ഉറങ്ങുന്ന ചേച്ചിയാ ഞങ്ങൾ കണ്ടത് കേട്ടോ. അന്നാണ് ഈ വചനം വിളിച്ചു പറഞ്ഞാലുള്ള വിടുതൽ എന്താണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നത് കേട്ടോ. ദൈവത്തിലെ ഒഴുക്കി കളയാതിരിക്കേണ്ടതിന് നമ്മൾക്കറിയാം അല്ലില്ല, റോഡിന്റെ നടുക്ക് വെച്ചൊരു നമുക്കൊരു പ്രതികൂലം വന്നാൽ ഞാൻ ബൈബിൾ എടുക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അന്നേരം വിളിച്ചു പറയണമെങ്കിൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചല്ലേ പറ്റൂ. അല്ല, ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരുണ്ടല്ലോ, ഫ്ലൈറ്റിൽ വെച്ച് വന്ന ഞാൻ ബൈബിൾ എടുക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? അല്ലേലിയ, സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. അതുകൊണ്ടാ പറയുന്നത്, ജീവിതത്തിന്റെ ഏടുകളിൽ ഒഴുകി പോകത്തക്ക രീതിയിലുള്ള വിഷയം വരുമ്പോൾ ഒഴുകി പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം കരുതിക്കൊള്ളണം. അടുത്തത് പറയുക, നമ്മളോട് സംസാരിച്ചത് ഒരു പ്രവാചകനല്ല, നമ്മളോട് സംസാരിച്ചത് ഒരു ദൂതനല്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ പുത്രൻ സ്വർഗമഹിമകളെ വെടിഞ്ഞു ഭൂമിയിൽ ഇറങ്ങി വന്ന് നേരിട്ട് സംസാരിച്ചു. ഹല്ലേലൂയ, ശിഷ്യന്മാർ മുഖാന്തരം സംസാരിച്ചു. പരിശുദ്ധാത്മാവിനെ നൽകി നമ്മളെ ആക്കിയിരിക്കുക. ദൈവത്തിലെ പിതാക്കന്മാരോട് പൂർണ്ണ രൂപത്തിൽ സംസാരിച്ചിട്ടില്ല, ഭാഗമായി വിവിധമായി മാത്രം സംസാരിച്ചിട്ടും ആ വചനം മാറുന്നപോലെ ഓരോരോ ലംഘനത്തിനും ഓരോരോ അനുസരണക്കേടിനും തക്കതായ ശിക്ഷ പ്രതിഫലം കിട്ടി കേട്ടോ. അവരോട് നേരിട്ട് സംസാരിക്കാതെ അവരോട് ദൂതന്മാർ മുഖാന്തരം സംസാരിച്ചിട്ട് അനുസരണക്കേട് കാണിച്ചെങ്കിൽ, ലംഘനം കാണിച്ചെങ്കിൽ ആ വചനത്തിന് തക്ക, ഏതിനാണോ കാണിച്ചത് തക്ക പ്രതിഫലം കിട്ടി. എങ്കിൽ പുത്രൻ നേരിട്ട് സംസാരിച്ച വചനത്തെ നാം തള്ളിക്കളഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെ ശിക്ഷയിൽ നിന്ന് തെറ്റി ഒഴിയും? പ്രിയതേ മക്കളെ, വചനത്തെ ചേർത്ത് പിടിച്ചോണ്, വചനത്തെ സ്റ്റോർ ചെയ്തോണേ, കരുതിക്കൊള്ളണമേ. അല്ല, ശിക്ഷയിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, അല്ല തലമുറയായി ശപിക്കപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, അല്ലല്ലേ വചനത്തോട് അനുസരണക്കേട് കാണിക്കരുതേ. മൂന്നാമത്തെ കാര്യം, വചനം കേൾക്കുമ്പോൾ ഹൃദയം കഠിനപ്പെട്ടു പോയാൽ ദൈവത്തിന്റെ നീരസം ഉണ്ടാകും. ദൈവത്തിന്റെ നീരസം ഉണ്ടായാൽ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം വചനത്തെ സ്റ്റോർ ചെയ്യുന്നവരാകാം, കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. ഇനിയും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്ര വലിയ രക്ഷ, നമുക്ക് ഈ രക്ഷയൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുക, ദൈവത്തിന് നമ്മൾക്ക് തന്ന രക്ഷയുണ്ടല്ലോ, വലിയ രക്ഷയാ. പത്രോസിന്റെ ലേഖനത്തിൽ യേശുവിന്റെ രക്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. വ്യർത്ഥവും പൃഥുപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പ് നമുക്ക് എല്ലാം അറിയാം. പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ദൈവത്തിന് ഈ രക്തത്തിനും ഈ രക്ഷയ്ക്കും ഒക്കെ ഭയങ്കര വിലയാകട്ടോ. നമ്മൾ അല്ലേലോ നമ്മുടെ പോക്കറ്റിൽ കിട്ടിയതാന്ന് പറഞ്ഞു നടക്കുമ്പോൾ പ്രിയ ദൈവജനേ, ദൈവത്തിന് അത് വലിയ രക്ഷയാ, വലിയ രക്ഷ. ഇനി വലിയ രക്ഷയായി തീരാനുള്ള കാരണം ഹല്ലേലൂയ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, എനിക്കൊരു വലിയ നിർബന്ധമുണ്ട്. ഞാൻ എപ്പോഴും പറയും, കുറെ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താ പറഞ്ഞേ? നല്ല പ്രസംഗമായിരുന്നു, അല്ലെ അഴുക്ക് പ്രസംഗമായിരുന്നു, എന്താ പറഞ്ഞ?
അങ്ങനെ ആകല്ലേ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പറഞ്ഞത് ഇച്ചിരേ ഉള്ളെങ്കിലും അത് ഹൃദയത്തിനകത്തോട്ട് കേറണം. ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിച്ചത് അതേ മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിയോളജി ഒന്നും പഠിച്ച വ്യക്തി അല്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതാ, ബിന്ദുവേ, വചനം കേട്ടിട്ട് നീ ഹൃദയം കഠിനപ്പെട്ടാൽ നീ ശപിക്കപ്പെട്ടു പോകൂ, നീ നിത്യതയിൽ പ്രവേശിക്കത്തില്ല എന്ന്. അത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ രക്ഷ ഇത്ര വലിയ രക്ഷയായതിന്റെ കാരണം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ഒന്നാമത്തെ കാരണം എബ്രായ ലേഖനം 2:10 പറയുക ലേഖന കർത്താവ്, സകലത്തിന്റെ ലാക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഹല്ലേലൂയ. ഈ രക്ഷ കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനായവൻ ഹല്ലേലൂയ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞത് കൊണ്ട് ഇനി അവൻ അനുഭവിക്കാൻ ഒന്നുമില്ല കേട്ടോ. കഷ്ടം മുഴുവൻ തികഞ്ഞനുഭവിച്ചു. ഇനി ഒന്നുമില്ല. അങ്ങനെ കിട്ടിയതാ ഈ രക്ഷ. നമുക്ക് രക്ഷയ്ക്ക് വിലയില്ലെങ്കിലും പിതാവിന് വിലയുണ്ട്. കാരണം പുത്രനാണ് ഇത് അനുഭവിച്ചു തീർത്തത്. അതുകൊണ്ടാ പറയുന്ന ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്ന്. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. നമ്മൾക്കറിയാം ഇംഗ്ലീഷിൽ അത് പറയുന്നത് എങ്ങനെയാ. എനിക്ക് ഈ വചനം അങ്ങോട്ട് വായിച്ചപ്പോഴത്തേക്ക് സന്തോഷം കയറിയിട്ട് ഞാൻ ഇംഗ്ലീഷും കൂടെ എടുത്തു. ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്ന വ്യക്തിയല്ല, ഇംഗ്ലീഷ് ബൈബിൾ അല്ല ഉപയോഗിക്കുന്നത്, മലയാളം ബൈബിൾ തന്നെ വായിക്കുന്ന. പക്ഷെ സന്തോഷം കയറുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തുവാന്ന് അറിയാൻ വേണ്ടി നോക്കിപ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഓൾ തിങ്സ് ഫോർ ഹിം, ഓൾ തിങ്സ് ബൈ ഹിം. അല്ല, സകലതും അവനാൽ, സകലതും അവനു വേണ്ടി. നമുക്ക് ഈ കാണുന്നത് മുഴുവനും അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാ. അദൃശ്യലോകത്തുള്ളതും ദൃശ്യലോകത്തുള്ളതെല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടതാ, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാ. അങ്ങനെയുള്ള ഒരു ദൈവപുത്രൻ, അല്ലെങ്കിൽ അടുത്ത പറഞ്ഞത് ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, രക്ഷാനായകൻ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുക, അല്ലെങ്കിൽ രക്ഷയുടെ ക്യാപ്റ്റനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. അതുകൊണ്ടാ പ്രിയ ദൈവമേ, ഈ രക്ഷ ഇത്ര വലിയ രക്ഷയെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യം അവനില്ലായിരുന്നു. അല്ലെങ്കിൽ എന്നാൽ തികഞ്ഞവനാക്കി കേട്ടോ. ഒന്നാമത്തെ കാരണം വലിയ രക്ഷയായതിന്റെ ഒന്നാമത്തെ കാരണം രക്ഷയുടെ ക്യാപ്റ്റന്. സകലവും ഒന്ന് പറയാമോ? സകലവും അവന് വേണ്ടി, സകലവും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ടും ഹല്ലേലൂയ എന്ത് ചെയ്തു? ഹല്ലേലൂയ അവനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. എന്തിനു വേണ്ടി? എനിക്ക് രക്ഷ തരാൻ, എനിക്ക് രക്ഷ തരാൻ, നമ്മൾക്ക് ഓരോരുത്തർക്കും രക്ഷ തരാൻ. ഈ രക്ഷ നമ്മൾ വില കൊടുക്കുന്നില്ലെങ്കിലും സ്വർഗത്തിന് അത് വലിയ രക്ഷയാ. അതുകൊണ്ട് സ്വർഗം പറയുക, അല്ലെങ്കിൽ എങ്ങനെ തെറ്റി ഒഴിയും? ഈ രക്ഷയെ മൈൻഡ് ചെയ്യാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഞാൻ ഓർക്കാറുണ്ട്, 2 നില വീട് കിട്ടുന്നതിന് നമ്മൾ നന്ദി പറയും. തലമുറയ്ക്ക് നല്ല 90% മാർക്ക് കിട്ടിയാൽ നന്ദി പറയും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് എന്റെ ഹല്ലേലൂയ സഹോദരങ്ങൾക്ക് കിട്ടാത്തത്, എന്നേക്കാൾ ബലവാന്മാർ, ബുദ്ധിമാന്മാർ, സമ്പന്നർക്ക് കിട്ടാത്ത രക്ഷ എനിക്ക് തന്നെന്നും പറഞ്ഞ് നന്ദി പറയാറുണ്ടോ? പറയുന്ന ദൈവമക്കളുണ്ട്. ഇല്ലെങ്കിൽ ഇന്നു മുതൽ ആദ്യമേ അതിന് നന്ദി പറയണം. കാരണം നമുക്ക് കിട്ടിയത് വലിയ രക്ഷയാ, വലിയ രക്ഷ. ഹല്ലേലൂയ. അടുത്തത് പറയുക, രണ്ടാമത്തെ കാരണം എബ്രായർ ലേഖനം 2:14 പറയുക, എന്താ പറയുന്നത്? വലിയ രക്ഷയായതിന്റെ ഒന്നാമത്തെ കാരണമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാരണം പറയുക, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായോ. നമ്മൾക്ക്
ജഡവും രക്തവും ഒരു ശരീരം ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ 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 സ്വർഗത്തിലെ ദൈവവും ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്നു കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവം ആത്മാവാക്കുന്നു. ദൈവം എന്താണ്? ആത്മാവാകുന്നു. ആത്മാവിന് ഒരു ശരീരത്തിന്റെ ആവശ്യമില്ല നിമ്മി സിസ്റ്ററെ. എന്നാൽ നമ്മൾ ഹല്ലേലൂയ ശരീരത്തിൽ വസിക്കുന്നവരായതുകൊണ്ട് നാം അനുഭവിക്കുന്ന കഷ്ടത പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതിനും നമ്മുടെ വിചാരങ്ങളും വികാരങ്ങളും അറിയേണ്ടതിന് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് സ്വർഗമത്തിലെ പുത്രൻ ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്ന ഈ രക്ഷ നമുക്ക് തന്നത്. ഹല്ലേലൂയ. അതിന്റെ 2:17 പറയുന്നുണ്ട്, സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യരായി തീരേണ്ടതിന്, നമുക്ക് നമ്മളെ പോലെ ആയി തീരേണ്ടതിന്, ഒരു ഫോട്ടോ കോപ്പി ആകണമായിരുന്നു, അതിനായി ഇറങ്ങി വന്നത് കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ശരീരം ആവശ്യമില്ലാത്തവൻ ഇറങ്ങി വന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് പറയുക, സ്വർഗ മഹിമകളെ വിട്ട് പിതാവിന്റെ മടിയിലിരുന്ന ദൈവപുത്രൻ ഹല്ലേലൂയ എനിക്ക് തുല്യനായി തീരേണ്ടതിന്, ഇനിയും പറട്ടെ, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിനാ കേട്ടോ. തേജസ്സിലേക്ക് നടത്തേണ്ടതിന് ഹല്ലേലൂയ. ഏതെനിൽ തേജസ് തന്നതാ, അല്ലേ? പാപം ചെയ്ത് കളഞ്ഞതാ. എന്നിട്ടും സ്നേഹിച്ചിട്ട് നമ്മളെ തേജസ്സിലേക്ക്, നമുക്ക് തേജസ് മടക്കി തരേണ്ടതിന് ഒരു ശരീരം ആവശ്യമില്ലാത്ത ദൈവം, ആത്മാവാം ദൈവം നമുക്ക് തുല്യമായ ഒരു ശരീരത്തോട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് നൽകിയ രക്ഷയാണ്. അതുകൊണ്ട് സ്വർഗത്തിന് അത് വലിയ രക്ഷയാ. ബിന്ദുവേ, നിനക്കത് വലിയ രക്ഷയായി തോന്നിയില്ലെങ്കിലോ ദൈവത്തിന് അത് വലിയ രക്ഷയാ. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചേക്കുന്നത് ഇത്ര വലിയ രക്ഷ എങ്ങനെ തെറ്റിയൊഴിയും? ഹല്ലേലൂയ. അടുത്തത് പറയുക, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മൂന്നാമത് പറയാ, ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നു. ഹല്ലേലൂയ. ഡീപ്രമോട്ടഡ് ആയിട്ടാ ഇങ്ങോട്ട് വന്നത്. ഹല്ലേലൂയ. എനിക്കറിയാം, എന്റെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്ന സമയം ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ജോലി ഇരുന്നപ്പം എന്റെ ഹസ്ബൻഡിന് അറിയാവുന്ന ഒരു വ്യക്തി ഒരു കമ്പനിയുടെ GM ആയിരുന്നു. 40,000 എബോ എങ്ങാണ്ട് ഡറംസ് സാലറി ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന് പ്രത്യേക റൂം എല്ലാം ഉണ്ട്, എല്ലാം കമ്പനി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ഗൾഫിലൊക്കെ അല്ലേ ചെന്നപ്പം അദ്ദേഹത്തിന്റെ മേളിൽ ഒരു ഇംഗ്ലീഷുകാരനെ കൊണ്ടുവച്ചു. ഇല്ല, പുള്ളിയുടെ എന്താ പറയാ, പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല, പുള്ളിക്ക് കൊടുത്ത റൂം ഒന്നും മാറ്റിയിട്ടില്ല, കൊടുത്ത അലവൻസോ ശമ്പളമോ ഒന്നും കുറച്ചിട്ടില്ല. എന്നാൽ പുള്ളിക്ക് മേളിൽ ഒരു ഇംഗ്ലീഷുകാരനെ വെച്ചു. നിങ്ങൾക്കറിയാം, ആ വ്യക്തി റിസൈൻ ചെയ്തു. സഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ പറയുക, ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായി, അല്ലല്ല, സാറാപ്പുകൾ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു നിന്ന് അവനെ നോക്കാൻ കഴിയാത്തത് കൊണ്ട് മുഖം 2 കൊണ്ട് മറച്ച് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആരാധിച്ചു കൊണ്ടിരുന്ന, അല്ല 24 മണിക്കൂറും മടികൂടാതെ ആരാധിച്ചു കൊണ്ടിരുന്ന ദൂതന്മാരെക്കാൾ താഴ്ച വന്ന് അവൻ സ്വയം, ആരും ഡീപ്രമോഷൻ കൊടുത്തതല്ല, സ്വയം ഏറ്റെടുത്ത് ഇറങ്ങി വന്ന് കേട്ടോ. അല്ലെങ്കിൽ അബ്രഹാമിന്റെ ദൂതന്മാരെ സംരക്ഷണം ചെയ്യാനല്ല അവൻ ഇറങ്ങി വന്നത്, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യാനാ. ദൈവത്തിലെ നമ്മളെ സംരക്ഷണം ചെയ്യുവാനാ അവനവന്റെ പൊസിഷൻ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ ഭൂമിയിൽ അവരെക്കാൾ താന്നവനായി ഇറങ്ങി വന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് എഴുതി വെച്ചേക്കുക, ദൈവവചനം പറയുക, ഇത്ര വലിയ രക്ഷ, അല്ലെങ്കിൽ ഈ രക്ഷ ഇത്ര വലിയതാകാനുള്ള കാരണം ഇതുകൊണ്ടാ കേട്ടോ. അതുകൊണ്ട് പറയുക, ഇത്ര വലിയ രക്ഷയെ ഹല്ലേലൂയ ഗണ്യമാക്കാതെ പോയാൽ ഹല്ലേലൂയ എങ്ങനെ ശിക്ഷയിൽ നിന്ന് തെറ്റി ഒഴിയും? പിതാക്കന്മാരോട് പ്രവാചകന്മാർ സംസാരിച്ചുള്ളൂ, പുതിയ നിയമവിശ്വാസിയെ പുത്രൻ സംസാരിക്കേണ്ടതിന് ഈ പറഞ്ഞ 3 കാര്യങ്ങളല്ലാതെ ഒത്തിരി ഉണ്ട്. ഈ 3 കാര്യം മാത്രം ധ്യാനിച്ചാ പോരേ.
കരയാതിരിക്കാൻ പറ്റുമോ? സകലത്തിന്റെ ലാക്കും സകലത്തിന്റെയും കാരണഭൂതൻ, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, ഹല്ലേലൂയ, നമ്മളെ ഹല്ലേലൂയ രക്ഷയിലേക്ക് നടത്തേണ്ടതിന് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഹല്ലേലൂയ, ഒരു ശരീരം ആവശ്യമില്ലാത്തവൻ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് നമ്മെ പോലായി തീരേണ്ടതിന് ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്നു. ദൂതന്മാരെക്കാൾ താഴ്ച ഭവിച്ചവൻ, സ്വർഗോന്നതങ്ങളിൽ ദൂതന്മാരുടെ ആരാധനയെ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ദൈവപുത്രൻ, അവരെക്കാൾ താഴ്ച വന്നവനായി ഇറങ്ങി വന്നത് എന്തിനാ? എനിക്ക് രക്ഷ നൽകണം. ഒന്ന് പറഞ്ഞേ, വചനത്തോടൊന്ന് പ്രതികരിച്ച്, എനിക്ക് രക്ഷ നൽകേണ്ടതിനാ. പറഞ്ഞേ, വലിയ രക്ഷ നൽകേണ്ടതിന്, എനിക്ക് വലിയ രക്ഷ നൽകേണ്ടതിന്. ഈ രക്ഷ എന്റെ ഭാഗ്യം, ഈ രക്ഷയാണ് എന്റെ സകലതും. ഇതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. ഈ രക്ഷ തരേണ്ടതിന് എന്നെ സ്നേഹിച്ച വിധങ്ങൾക്കായി നന്ദി അപ്പാ, നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വിഷയം എന്തായിരുന്നു? കരുതിക്കൊള്ളണം, കരുതിക്കൊള്ളണം. കരുതിക്കൊള്ളേണ്ടത് ഹല്ലേലൂയ എന്തിനാണ്? ഒഴുകി പോകാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. രണ്ടാമത് എന്തിനാണ്? സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല വചനത്തെ തള്ളിക്കളഞ്ഞാൽ. ഹല്ലേലൂയ. മൂന്നാമത് എന്തിനാ? ഇത് വലിയ രക്ഷയാ. അതുകൊണ്ട് കേൾക്കുന്ന വചനത്തെ മുറുകെ പിടിച്ചോണേ, മുറുകെ പിടിച്ചോണേ, മുറുകെ പിടിച്ചോണേ. ഈ കരുതിക്കൊള്ളണം എന്നുള്ള വിഷയം ഹല്ലേലൂയ എബ്രായ ലേഖനത്തിൽ വേറൊരിടത്തും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ 12-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരൂ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്തു? വിറ്റുകളഞ്ഞു. അങ്ങനെയുള്ള ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയോ ചെയ്യാതിരിപ്പാൻ എന്തോ ചെയ്തോണം? കരുതിക്കൊള്ളണം, കരുതിക്കൊള്ളണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏശാവേ, നിനക്കെങ്ങനെ ഈ അവകാശം കിട്ടിയത്? അല്ല, നിനക്ക് ഈ അവകാശം കിട്ടാൻ നീ എന്തെങ്കിലും പൈസ കൊടുത്തോ? നീ അധ്വാനിച്ചോ? നീ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തോ? ഏശാവിന്റെ മറുപടി എന്തായിരിക്കും എന്നറിയാമോ? അയ്യോ സിസ്റ്ററെ, ഞാൻ ഒന്നും ചെയ്തില്ല. ഇത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ജനന സമയത്ത് കിട്ടിയതാ. എന്റെ ജനനത്തിങ്കൽ കിട്ടിയ അവകാശമാണ്. ഏശാവ് പറയും, ഈ ജ്യേഷ്ഠാവകാശം എങ്ങനാ കിട്ടിയത്? എന്റെ ജനനത്തിങ്കൽ കിട്ടിയ അവകാശമാണ്. എന്നാൽ ജനനത്തിങ്കൽ കിട്ടിയ അവകാശം എന്തു ചെയ്തോ? ഈ ലോകത്തിന്റെ ചില വിശപ്പ് നിമിത്തം, ഈ ലോകത്തിന്റെ മണം നിമിത്തം, ഈ ലോകത്തിന്റെ കാണാൻ ചുമന്നിരിക്കുന്ന പായസം നിമിത്തം വിറ്റുകളഞ്ഞു. വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവവൈതലേ, വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ചില അവകാശങ്ങൾ സ്വർഗം നമുക്ക് തന്നിട്ടുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അവകാശവും പുത്രനോട് കൂടെ കൂട്ടവകാശികളാ. ഹല്ലേലൂയ. എന്നാൽ യേശാവിന് പറ്റിയതുപോലെ പറ്റാതിരിക്കേണ്ടതിന് എന്തോ ചെയ്തോണം? കരുതിക്കൊള്ളണേ, കരുതിക്കൊള്ളണേ. ജനനത്തിൽ അവകാശം കിട്ടിയവരാ ഇതിനകത്തിരിക്കുന്ന 115 പേരും. എന്നാൽ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ലോകത്തിന്റെ മോഹങ്ങളുടെ പുറകെ പോയാൽ, ലോകത്തിന്റെ പുറകെ ഓടിയാൽ ആ അവകാശം നഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ട് എന്തോ ചെയ്തോണം? കരുതിക്കൊള്ളണം, കരുതിക്കൊള്ളണം. അല്ലെങ്കിൽ ഞാൻ ആ കരുതിക്കൊള്ളണം എന്നുള്ള വിഷയം വിടുക. 9:38. ഹല്ലേലൂയ. അടുത്തതിലോട്ട് ഞാൻ കേറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരുതിക്കൊള്ളണം എന്നുള്ളത് എവിടെയെങ്കിലും ഒക്കെ ദൈവമക്കൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് രണ്ടാമത് പറഞ്ഞത് നോക്കണം, നോക്കുവിൻ. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ എന്തോ ചെയ്തോണം? നോക്കിക്കോണം. എന്തോ പറഞ്ഞിരിക്കുന്നെന്ന് അറിയാമോ? അവിശ്വാസം ഉണ്ടാകാതിരിക്കാൻ നോക്കണമെന്ന്. എങ്ങോട്ട് നോക്കണം? അല്ലല്ലേ, ഹൃദയത്തിലോട്ട് നോക്കിക്കോണം. അവിശ്വാസം ഉണ്ടായാൽ എന്തോ പറ്റൂന്നാ പറയുന്നത്? ഹൃദയം ദുഷ്ടഹൃദയമായി മാറും.
ഹൃദയം എന്ത് ചെയ്യും? ദുഷ്ട ഹൃദയമായി മാറും. അതുകൊണ്ട് എന്തോ ചെയ്തോണം. അത് മാത്രമല്ല, അടുത്തത് എന്ത് സംഭവിക്കുന്നില്ല? ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു പറയും. ഓ, പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടിയൊന്നും ഇല്ലെന്നേ, എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലല്ലേ, കിട്ടാനൊന്നും പോകുന്നില്ലെന്നേ, വാഗ്ദത്തമൊക്കെ കിട്ടി, വെറുതെയാ. ഹല്ലേലൂയ. എവിടെ തുടങ്ങുന്നതെന്നറിയാമോ? ഹൃദയത്തിൽ അവിശ്വാസം തുടങ്ങിയതാ. അവിശ്വാസം വർദ്ധിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഹൃദയം ദുഷ്ടതയുള്ളതായി മാറും. അനന്തര ഫലം ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു പറയും കേട്ടോ. അതുകൊണ്ട് ഓരോ ദിവസവും വൈകിട്ട് ചെന്നിരിക്കുമ്പോൾ ഭർത്താവിനെയോ മക്കളെയോ പാസ്റ്ററെയോ കൂട്ടുവിശ്വാസിയോ അല്ല, അവന്റെ ഹൃദയത്തിലോട്ടൊന്ന് നോക്കണം. സ്വയമേ ഒന്ന് നോക്കണം. വീട്ടിൽ എന്തേലും കുഴപ്പം വന്നാൽ നമ്മൾ സിസ്റ്റേഴ്സ് മീറ്റിംഗ് നമ്മൾ ഭർത്താവിന്റെ കുഴപ്പമാന്ന് പറയും, അല്ലെ മക്കളുടെ കുഴപ്പമാന്ന് പറയും. എന്നാൽ ഇവിടെ ഹല്ലേലൂയ ലേഖന കർത്താവ് പറയുക, നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് നോക്കാനെന്ന്. അവിശ്വാസം എവിടെയെങ്കിലും മുളച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിലെ ദുഷ്ടഹൃദയമായി മാറി ജീവനുള്ള ദൈവത്തെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് ഹൃദയത്തിലേക്കൊന്ന് നോക്കണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു നോട്ടം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഒന്നാമത്തെ ഹൃദയത്തിൽ നോക്കണം. അവിശ്വാസം വരുന്നുണ്ടെങ്കിൽ മൂടോടെ പിഴുതെടുത്ത് കളഞ്ഞോണം. എനിക്ക് അതൊക്കെ പറയുമ്പോൾ വേറെ വാക്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊന്നും എത്താൻ പറ്റത്തില്ല. എന്നാലും ഒന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ റോമാലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്താ? അല്ലെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ, അല്ലെങ്കിൽ എന്തിന്റെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് മഹത്വം കൊടുത്തു. അല്ല, ഞാൻ പറയുന്നത് 75 വയസ്സ് കിട്ടിയതാ, 80 വയസ്സായപ്പോഴും അല്ലെങ്കിൽ അവിശ്വാസം കേറിയില്ല, സംശയമുണ്ടാകും. അല്ലല്ലേ, ദുഷ്ടഹൃദയം മാറും. 80 വയസ്സിലും പറയാ, ദൈവം എനിക്ക് തലമുറ തരുന്നതിനാൽ നന്ദി. 90 വയസ്സിലും പറയുക, നന്ദി. അല്ലെ, 99-ലും പറഞ്ഞു നന്ദി. അതാണ് അവിശ്വാസം വളരാൻ അനുവദിക്കല്ലേ. ദൈവത്തിലെ ശരീരത്തെ ഞാൻ അവിടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ശരീരത്ത് എന്തെങ്കിലും മുഴയുണ്ട്, തടുപ്പുണ്ട്, ആ രോഗമാണോ ഈ രോഗമാണോ, വിശ്വാസത്താൽ നോക്കിയിട്ട് അങ്ങ് പറയണോ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നേ ഹോബോ. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ ഈ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഇതിനകത്തോട്ട് ഇറങ്ങി വന്നത് എന്തിനാന്നറിയുമോ? രക്ഷ. കൂടെ ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുതൽ തരാനാ. ആ രക്ഷ ഏറ്റു പറയുമ്പോ പറയണോ, എന്റെ ആത്മാവിന്റെ രക്ഷ മാത്രമല്ല, എന്റെ ശരീര രോഗത്തിൽ നിന്നുള്ള വിടുതലിനുമാ. ദൈവത്തിലെ വിളിച്ചു പറയണ, ആ വിശ്വാസം വളരാൻ അനുവദിക്കല്. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തവൻ ഹല്ലേലൂയ ബഹുജാതികൾക്ക് പിതാവായി. സന്തതിയെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ വിശ്വാസികളുടെ പിതാവായി മാറി. ഹല്ലേലൂയ അവിടെ വിടട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. അടുത്തത് പറഞ്ഞത്, അടുത്ത ഭാഗത്ത് എക്സ്പ്ലെയിൻ, ദൈവം എന്നെ കൊണ്ട് ഇങ്ങനെ അങ്ങ് പറയും മനസ്സിൽ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഇരുത്തി അങ്ങ് പഠിപ്പിച്ചു തന്നാ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൽ ഇതങ്ങോട്ട് വായിച്ചിട്ട് ഞാൻ എന്തോ ചെയ്തു, എന്നോട് പറഞ്ഞു എന്തോന്ന് വിളി കേൾക്കാൻ. ഹെബ്രായ ലേഖനക്ക മക്കളെ മാത്രമല്ല ഇത് വിളിക്കുന്നത്. പ്രിയ ദൈവത്തിലേ, ഇത് വായിക്കുന്ന, ഇത് കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെ സ്വർഗം വിളിക്കുന്ന വിളിയാ. വിശുദ്ധ സഹോദരിമാരെ, വിശുദ്ധ സഹോദരന്മാരെ, വിളി കേക്ക, പ്രഖ്യാപിക്ക്. പിശാചൊന്ന് കേക്കട്ടെ. സ്വർഗം വിളിക്കുന്ന വിളിയുടെ മുമ്പിൽ എത്ര പേർക്ക് ഇന്ന് പൽക്കാലം ഒന്ന് പല്ലിലെ പ്രതികരിക്കാൻ കഴിയോ? എന്തോന്നൊന്ന് വിളിച്ചേട്ടെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരിമാരെ, എന്തോ ഞാനിത് വായിക്കുമ്പോഴല്ലോ ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിൽ എന്റെ അറ്റൻഡൻസ് കൊടുക്കും. ഹല്ലേലൂയ. ഈ വിളി എന്നെ വിളിക്കുന്ന വിളിയാ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, അടുത്തത് പറയാ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ. നമ്മൾ ആ ഏത് വിളിക്ക് ഓഹരിക്കാരാ? സ്വർഗത്തിൽ നിന്നുള്ള വിളിക്ക് ഓഹരിക്കാരാ. ഈ അടുത്തിടയിൽ അദാനിയുടെ മോന്റെ കല്യാണം നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ഈ കേരളത്തിൽ നിന്ന് ഒരൊറ്റ വ്യക്തിയെ മാത്രമേ വിളിച്ചുള്ളൂ. അത് ഭയങ്കര പരസ്യവും ഓൺലൈൻ മീഡിയയിലും പത്രത്തിലും വാർത്തകളായിരുന്നു. ഒരൊറ്റ മുഖ്യമന്ത്രിയെ പോലും വിളിച്ചില്ല, ഒരൊറ്റ വ്യക്തിയെ മാത്രമേ വിളിച്ചുള്ളൂ. ഇന്ത്യ മാത്രം അറിയുന്ന ഒരു സമ്പന്നന്റെ മകന്റെ വിവാഹത്തിന്
ഹല്ലേലൂയ. ഒരു ക്ഷണനം ഉണ്ടായപ്പോ ഇത്രയധികം ഹല്ലേലൂയ പരസ്യങ്ങളും ഇത്രയധികം ആഘോഷങ്ങളും ആയിരുന്നെങ്കിൽ ഒന്നുമില്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിലെ ഈ വിളി ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയ വിളി സ്വർഗത്തിൽ നിന്നുള്ള വിളിയാ. ഓ, സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ നാം. അല്ലല്ലേ, മാത്രമല്ല അല്ലല്ലേ, സ്വർഗത്തിൽ നിന്നുള്ള വിളി ബ്ലസ്സിച്ചു എന്തിനുള്ളതാണെന്നറിയാമോ? പുത്രന്റെ കല്യാണത്തിനുള്ള വിളിയാ കേട്ടോ. പുത്രന്റെ കല്യാണത്തിന് പങ്കെടുക്കാനുള്ള വിളിയാ ദൈവത്തിലെ കിട്ടിയിരിക്കുന്നത്. ക്ഷീണിച്ചു പോകണ്ട കേട്ടോ, ഇറങ്ങി പോകണ്ട. നിന്റെ സഹോദരങ്ങൾക്ക് കൂടുള്ളവർക്ക് കിട്ടാത്ത വിളി കിട്ടിയ ദൈവമൈതലേ, നിന്റെ ഭാഗ്യമാ. നിനക്കുള്ളതുപോലൊരു ഭാഗ്യം മറ്റാർക്കുണ്ട്? ജീവിതത്തിന്റെ വിഷയത്തെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇന്ന് പകൽക്കാലം പറ, ഞാൻ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരിയാ. അല്ലല്, ഞാനൊന്ന് ചോദിച്ചിട്ടെ, എന്റെ ഇടയില് നമ്മുടെ ദാനിയുടെ മോന്റെ കല്യാണത്തിന് വിളിച്ചവരാരും ഇതിനകത്ത് ഇല്ലല്ലോ അല്ലേ? അല്ലല്ലോ, നിങ്ങള് സിംഗപ്പൂരിലൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങ് ചോദിച്ചതാ. ആന്റിയൊക്കെ നമ്മളെ ആരെയും വിളിച്ചിട്ടില്ലല്ലോ അല്ലല്ലേ. അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കണ്ട, നമ്മൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. എന്തിനുള്ള വിളിയാ ജെസ്സി ആന്റി? മകന്റെ കല്യാണത്തിനുള്ള വിളിയാ. പിതാവ് വിളിച്ചേക്കുവാ പുത്രന്റെ കല്യാണത്തിന് കേട്ടോ. ജിൻസോ, കല്യാണത്തിന് ചെന്ന് ഉണ്ടിട്ട് പോകാനുള്ള വിളിയല്ല, അതിലെ മണവാട്ടിയായി ചെല്ലേണ്ടതിനുള്ള വിളി. ഓ, ഇതിൽ ഭാരം ഭാഗ്യം. അല്ലലെ, എന്ത് കിട്ടണം? കുഞ്ഞാടിന്റെ കല്യാണ ദിനത്തിൽ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. എല്ലാ കല്യാണത്തിനും, നമ്മുടേതല്ലാത്ത എല്ലാ കല്യാണത്തിനും പോയി നമ്മൾ കൂട്ടി പങ്കെടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോരത്തുള്ളൂ. ഇത് അതിനുള്ള വിളി അല്ലേ? അല്ല, മണവാട്ടിയായി തീരാനുള്ള വിളിയാ കേട്ടോ. ആ മണവാട്ടിയുടെ ഗമയിലൊക്കെ അങ്ങ് ഇരുന്നോ, ദൈവസന്നിധിയിൽ അങ്ങ് ദൈവത്തോട് അങ്ങ് സ്നേഹിക്ക്, യേശുപ്പത്തിനെ അങ്ങ് സ്നേഹിക്ക്, ആ പിതാവിന്റെ ആ ദയെ ഓർത്തങ്ങ് സ്നേഹിക്ക്. മറ്റുള്ളവർ പറയുവാർക്ക് ഇവർക്ക് ഒരു തൊഴിലില്ലാത്തവരാ, കൊട്ടിയും പാടിയും പ്രാർത്ഥനയ്ക്ക് എന്ന് പറഞ്ഞ് നടക്കുക. എന്നാൽ ഈ വിളിയെ പറ്റി അവർക്ക് അറിയത്തില്ല. ഇവിടെ നിന്നാ തീരത്തില്ലല്ലോ. അതിന് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, അടുത്തത് പറയാം, നാം സ്വീകരിച്ചു പറഞ്ഞ അപ്പോസ്തലൻ. ഹല്ലേലൂയ. മിനിസിസ്റ്ററെ ആരേലും നിർബന്ധിച്ചാണോ പറയിപ്പിച്ചത്? വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക കേട്ടോ. വിവാഹ നിശ്ചയം കഴിഞ്ഞെന്നേ, മനസ്സമ്മതം കഴിഞ്ഞു. എങ്ങനെ? ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ജീവിച്ചു കൊള്ളാം, അവന്റെ വരവിന് വേണ്ടി ഞാൻ ഇരുന്നുകൊള്ളാം, അവനെ എന്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും വിളിച്ചു പറഞ്ഞതല്ലേ ഇവിടെ അപ്പോസ്തലൻ പറയുക. നാം സ്വീകരിച്ചു പറഞ്ഞ അപ്പോസ്തലൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യരിൽ നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പറയാമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ക്രിസ്തു എന്ന ഏക പുരുഷന് നമ്മളെ ഹല്ലേലൂയ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തവരാ കേട്ടോ. നമ്മളെല്ലാം നിശ്ചയം കഴിഞ്ഞവരാ, മനസ്സമ്മതം കഴിഞ്ഞവരാ. മക്കളെ, സന്തോഷം തോന്നില്ലേ? താണ്ട് ഹല്ലേലൂയ, എന്താ വീഴുന്ന നാട്ടിലേക്ക് വിസ റെഡിയായി എന്നൊക്കെ പറഞ്ഞാലേ സന്തോഷം വരത്തുള്ളൂ. ഏറ്റവും അധികം നമ്മൾ സന്തോഷിക്കേണ്ട ഇതിനകത്ത് സന്തോഷിക്കുന്നത് പോലെ വേറൊന്നിനകത്തും സന്തോഷിച്ചിട്ട് കാര്യമില്ല. എല്ലാം മായയാ, സകലതും മായയാ. ഭൂമിക്ക് കീഴെ സൂര്യന് കീഴെ കാണുന്ന സകലതും മായയാ. വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറാതെ ഉറച്ചു നിൽക്കുന്നത് ഈ ദൈവ വചനം മാത്രമാ. ഇതിൽ സന്തോഷിക്കണം കേട്ടോ. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരാ നമ്മൾ. ഹല്ലേലൂയ. സമയം കൂടെ നോക്കണമല്ലോ. ഹല്ലേലൂയ, നമ്മൾ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുകയാ, ഹല്ലേലൂയ. ഇപ്പൊ തന്നെ 10 മണി വരെ ഉള്ളു, 9:42. ദൈവമേ, നോക്കുവിൻ പോലും തീരത്തില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകപുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവരാ നമ്മൾ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുക, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ഹല്ലേലൂയ, നിർമ്മലതയും വിട്ടാൽ വഷളായി പോകും. ഇതിലെ നമ്മുടെ ചിന്ത ഹല്ലേലൂയ മണവാളനെ പറ്റി മാത്രമായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, വിവാഹം നിശ്ചയം കഴിഞ്ഞ ഒരു ദൈവവൈതൽ, അവൾ നാട്ടിലോ ഹല്ലേലൂയ ആ വ്യക്തി ഹല്ലേലൂയ ഗൾഫിലോ വിദേശത്തോ യൂറോപ്യൻ കൺട്രീസിലോ ആയിരിക്കട്ടെ, അവളുടെ ചിന്ത എന്തോ ആയിരിക്കും?
എപ്പോഴും ഇപ്പം ആണെങ്കിൽ ഭയങ്കര ഈസിയാ, വീഡിയോ കോളും സംസാരിക്കുക എല്ലാം ചെയ്യാം. രാത്രിയൊന്നും അവർ ഉറങ്ങത്തേ ഇല്ല. എന്താ ഈ പറയുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. ഇല്ലല്ല, പറഞ്ഞോണ്ടേ ഇരിക്കും. അവർക്ക് പറയാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്റെ മമ്മിയുടെ സിസ്റ്ററിന്റെ മോള്, അല്ലെങ്കിൽ അവളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞപ്പം അവളെ എന്റെ കൂടെ ആയിരുന്നു, അന്ന് എന്റെ വീട്ടിലായിരുന്നപ്പോ കിടന്നുറങ്ങുന്നത്. ഇവൾ ഈ 1 മണി 2 മണിക്ക് ഞാൻ എന്തെങ്കിലും സൗണ്ട് കേട്ടോണ്ടോ ഇത് ചെവിക്കാത്തിരിക്കുക, ഇങ്ങനെ പെതുക്കെ പറഞ്ഞാൽ കേൾക്കുമോ? അതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് അനുഭവസ്ഥയാ. ഹല്ലേലൂയ. അപ്പൊ ഈ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തവരാ നമ്മൾ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുകളയല്ലേ. ഹല്ലേലൂയ. ക്രിസ്തു വേറൊരു വ്യക്തി, ഞാൻ ചോദിക്കട്ടെ, ഈ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരി, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഈ സഹോദരി, ആ മണവാളനോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി വേറൊരുവനോട് സംസാരിച്ചാൽ, ആ മണവാളനെ കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി വേറൊരുവനെ കാണാൻ ആഗ്രഹിച്ചാൽ, ആ മണവാളനോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ ഉപരി വേറൊരുവനോട് ചേർന്നിരുന്നാൽ അവൾ നല്ല സ്ത്രീയാണോ? അവൾ വഷളായ സ്ത്രീയല്ലേ? ഇത് തന്നെ ഇവിടെ ഭക്തൻ എഴുതി വെച്ചേക്കുക. ക്രിസ്തു എന്ന ചിന്ത വിട്ട്, വചനത്തെ ധ്യാനിക്കുന്നത് വിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നത് വിട്ട്, ദൈവത്തെ ആരാധിക്കുന്നത് വിട്ട് മൊബൈലിൽ മാന്തിക്കൊണ്ടിരുന്നാൽ ഹല്ലേലൂയ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകുക. കേട്ടോ? ഹല്ലേലൂയ. വേറെ എന്തിന്റെ പുറകെ പോയാലും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോയാൽ നിർമ്മലത വിട്ടുപോകും, വഷളായി പോകും. വഷളായി പോയ ഒരു സഹോദരിയെ ഈ ലോകത്തിലെ മനുഷ്യൻ വിവാഹം കഴിക്കത്തില്ല എങ്കിൽ, അല്ല, അവൻ അറിഞ്ഞാൽ ഒരിക്കലും കഴിക്കത്തില്ല. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, സകലതും അറിയുന്നവൻ എന്ന പകൽക്കാലം ബുദ്ധി ആലോചന പറയുക. വിവാഹം നിശ്ചയം കഴിഞ്ഞ ദൈവത്തിലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടു നീ എങ്ങും പോകല്ലേ. കർത്താവിൽ തന്നെ രസിച്ചോണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ തന്നെ രസിക്കണമേ. വേറെ എങ്ങും ഒരു രസം കണ്ടുപിടിക്കല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ സർപ്പാവായ ഉപായത്താൽ ചതിച്ചതുപോലെ ആ ചതിയിൽ അകപ്പെട്ടു പോകല്ലേ എന്ന് ഹല്ലേലൂയ ഭക്തൻ പറയുക. എബ്രായ ലേഖനത്തിലും അത് തന്നെ പറയുന്നുണ്ട്. എബ്രായർ 3:13 പറയുന്നുണ്ട്, പാപത്തിന്റെ ചതി. പാപം ചതിക്കുന്നതാ കേട്ടോ. പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കേണ്ടതിനെന്ന് പറഞ്ഞിട്ട് പറയുക, അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളണം. ഞാൻ നിങ്ങളോട് പറയുക, ഒപ്പം തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ബിന്ദുവേ, ഏകാഗ്രത വിട്ടുപോയാൽ കൈവിട്ടുപോകും. ബിന്ദുവേ, ഏകാഗ്രത വിട്ടുപോയാൽ, വേറെ എന്തിലെങ്കിലും രസിക്കാൻ പോയാൽ കൈവിട്ടു പോകുമേ. വഷളായി പോയ ഒന്നിനെ പോലും സ്വർഗം സ്വീകരിക്കത്തില്ലെന്നേ. അതുകൊണ്ട് പാപത്തിന്റെ ചതിയിൽ, പാപം ചതിക്കാൻ വന്ന് കിടക്കുമ്പോൾ അതിനകത്താരും അകപ്പെട്ടു പോകരുതേ, പോകരുതേ, പോകരുത്. അതുകൊണ്ട് പറയുക, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോഹരിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും, അടുത്ത ഓരോ വാക്കും ഞാൻ വിശദീകരിച്ചു കേട്ടോ. വിശുദ്ധ സഹോദരന്മാരെ പറഞ്ഞു, സ്വർഗീയ വിളി എന്താണെന്നുള്ളത് പറഞ്ഞു, സ്വീകരിച്ചു പറഞ്ഞ അപ്പോസ്തലനെ ഇപ്പം പറഞ്ഞു. അടുത്തത് പറയാം, മഹാപുരോഹിതൻ. ആ വാക്ക് അടുത്തൊരു വിഷയത്തിനകത്തുണ്ട്. അതുകൊണ്ട് അത് അന്നേരം അടുത്തു ചെല്ലുക എന്നുള്ള വാക്കിനകത്തുള്ളത് കൊണ്ട് അതെനിക്ക് പറയാൻ പറ്റിയാൽ പറയാം. അതിനകത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, അല്ലെ ഒട്ടും മുന്നോട്ട് പോകത്തില്ല. അത് ഭയങ്കര ഒരു സബ്ജക്റ്റാ. ഹല്ലേലൂയ. അതുകൊണ്ട് മഹാപുരോഹിതൻ എന്നുള്ള വിഷയത്തെ വിടുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുക, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ സഹോദരന്മാരെ, എന്തോ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ ഞാനാണ്. ഹല്ലേലൂയ. നാം സ്വീകരിച്ചു, ഞാൻ സ്വീകരിച്ചതാ. ഒന്ന് വാഗണ്ട് പറ, എന്റെ മനസ്സമ്മതം കഴിഞ്ഞതാ, എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാ. ഇനി പാപത്തിന്റെ ചതിയിലകപ്പെടാതെ അവനെ നോക്കി ജീവിക്കുക മാത്രമേ എന്റെ കടമ. അത് ഞാൻ ചെയ്യേണ്ടത് ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഞാൻ പാപത്തിന്റെ വഴി പോകുമ്പോൾ അതെന്നോട് പറയും, പോകല്ലേ, പോകല്ലേ, പാപമാ. ഒരു കാര്യത്തിൽ ദൈവത്തെ മറന്നു കൂടുതൽ ഹല്ലേലൂയ ശ്രദ്ധ കേന്ദ്രീകരിച്ച പരിശുദ്ധാത്മാവ് വിലക്കത്തില്ലേ? പ്രാർത്ഥിച്ചില്ലെങ്കിൽ ബോധിപ്പിക്കത്തില്ലേ? പ്രാർത്ഥിച്ചില്ലെന്ന് ഇതാ ഒരുക്കിക്കൊണ്ടിരിക്കുക, ഒരുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറയാം, അതൊരു വേറൊരു വലിയ വിഷയമാണ്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ, എന്നാലും ഞാൻ ഒന്ന് പറയാം. ദാവീദിന് ഹല്ലേലൂയ ശൗലിന്റെ വസ്ത്രത്തിന്റെ അറ്റം കണ്ടിച്ചപ്പം ഹല്ലേലൂയ എന്തുണ്ടായി? കുറ്റബോധമുണ്ടായി.
എന്നാൽ ഞാൻ ഷോർട്ടായിട്ട് പറയാം, അതിന്റെ ഒരു സബ്ജക്റ്റ് അത് ഞാൻ ഇപ്പൊ പറയാൻ പറ്റത്തില്ല, ഇതല്ലേ സബ്ജക്റ്റ്. എന്നാല് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറയാം. എന്നാല് ബേർഷേബയുടെ ഭർത്താവിനെ കൊന്നു, എന്നിട്ട് കുറ്റബോധം ഉണ്ടായില്ല കേട്ടോ. അല്ലെ, പ്രവാചകൻ വരണ്ട വന്നു കുറ്റബോധം ഉണ്ടാക്കാൻ. കാരണം 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരാം. പരിശുദ്ധാത്മാവ് പോയി. പ്ലാൻ ചെയ്തപ്പോഴേ, അതിനകത്ത് കൊട്ടാരത്തിന്റെ മേളിൽ കൂടെ നടന്നപ്പോഴേ പരിശുദ്ധാത്മാവ് വിലക്കിയതാ. പ്ലാൻ ചെയ്തപ്പം വിലക്കിയതാ, ലെറ്റർ എഴുതിയപ്പം വിലക്കിയതാ, കൊടുത്തുവിട്ടപ്പം വിലക്കിയതാ. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാതിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് സൈലന്റ് ആയി. ഹല്ലേലൂയ. നാം പാപപ്രവൃത്തി ചെയ്താൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വിലക്കും. അതിന് കീഴ്പ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് വ്യാധിച്ചു കൊണ്ടിരിക്കത്തില്ല. ഇന്ന് പൽക്കാലം അത് ശോധന ചെയ്യണമേ. ഒത്തിരി നേരം മൊബൈലിൽ ഇരുന്നിട്ട് വിലക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ അന്യഭാഷ പറയുന്നുണ്ടായിരിക്കും, എന്നാൽ പ്രാർത്ഥിച്ചോണം പരിശുദ്ധാത്മാവിനെ തിരികെ തരണേ എന്ന്. ഹല്ലേലൂയ. ഞാൻ ആരെയും പറ്റി കുറ്റം പറഞ്ഞിട്ട് യാതൊരു ഹല്ലേലൂയ കുറ്റബോധവും ഉള്ളിൽ വരുന്നില്ല എങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ചോണേ, പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ദൈവസന്നിധിയിൽ ധ്യാനിച്ചോണം. അതിന്റെ വിഷയം വേറെയാണ്. ഹല്ലേലൂയ. അതോട് ഞാൻ പോകുന്നില്ല, എന്തിനോ പരിശുദ്ധാത്മാവ് അത് പറയിപ്പിച്ചു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ എന്തോ ചെയ്തോണം വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോഹരിക്കാരായവരെ, നാം സ്വീകരിച്ചു പറഞ്ഞ അപ്പോസ്തലനോ നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ എന്തോ ചെയ്തോണം, ശ്രദ്ധിച്ചു നോക്കിക്കോണം. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കോണം, വേറെ എങ്ങും ശ്രദ്ധിച്ചു നോക്കാൻ ഇല്ല കേട്ടോ. ഹല്ലേലൂയ. മൂന്നാമത് ഹല്ലേലൂയ, അയ്യോ അതൊരു വലിയ സബ്ജക്റ്റാ. ഹല്ലേലൂയ. 55 ആന്റി പറഞ്ഞ സമയമായിട്ടുണ്ട്, എന്നാലും ഞാൻ അതുകൂടെ ചെയ്തിട്ട് അങ്ങ് നിർത്താം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12:1. ഹല്ലേലൂയ. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. അടുത്തത് പറയുക, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ചുറ്റും. 11-ാം അധ്യായം ഹല്ലേലൂയ മുഴുവൻ സാക്ഷികളെ പറ്റി പറയുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കല്ലേറുക. ഹല്ലേലൂയ. അബ്രഹാമിനെ പറ്റി, ഈസഹാക്കിനെ പറ്റി, ഹാനോക്കിനെ പറ്റി, എല്ലാവരെ പറ്റി പറയുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ രക്തസാക്ഷികളായ അനേക പേരെ പറ്റി പറയുക. എന്നിട്ട് പറയുകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽപ്പുണ്ട്. ലിൻസി സിസ്റ്ററെ, നമ്മുടെ ചുറ്റും ഇവർ നിൽപ്പുണ്ട്. നമ്മുടെ ഭൗമിക കണ്ണിന് കാണത്തില്ലെന്നേ ഉള്ളൂ. അവർ ഹല്ലേലൂയ ചുറ്റും നിന്നിട്ട് പറയുക, നമ്മളൊരു ഓട്ട മത്സരത്തിൽ പറയത്തില്ലേ, ഓടിക്കോ എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ അവർ വിളിച്ചു പറയുക, ഹല്ലേലൂയ ബിന്ദുവേ, നിന്റെ ഓട്ടം സ്ഥിരതയോടെ നീ ഓടിക്കോ, നിന്റെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് നീ ഓടിക്കോ. നീ ഓട്ടം ഓടി തികയ്ക്കണമെങ്കിൽ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്ന യേശുവിനെ നീ നോക്കണോ. നീ വേറെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരുന്നാൽ നിനക്ക് ഓട്ടം ഓടി തികയ്ക്കാൻ പറ്റത്തില്ല. അല്ല, അവര് പറയുക, സാക്ഷികൾ പറയുക, ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടത ഞങ്ങൾ അനുഭവിച്ചു, എന്നാൽ ഞങ്ങൾ ഓട്ടം ഓടി തികച്ചത് എങ്ങനെയാണെന്നറിയാമോ? അല്ലല്ല, ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്ന യേശുവിനെ ഞങ്ങൾ കണ്ടു. അല്ല, നിങ്ങളുടെ നോട്ടം അങ്ങോട്ടാകട്ടെ. യേശുവിനെ നോക്കിക്കൊണ്ടോട് ദൈവവൈതലേ. ഹല്ലേലൂയ. രക്തസാക്ഷികളുടെ പുസ്തകം ഈ അടുത്തിടെ ഞാൻ മൊബൈലിൽ കണ്ട, അതിന് മുമ്പ് അത് പറയട്ടെ, കണ്ട. ഹല്ലേലൂയ. എനിക്ക് രാജ്യം തോന്നുന്ന നൈജീരിയ, ഇങ്ങനെ രാജ്യവും പേരും ഒക്കെ ഓർത്തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അതിൽ നൈജീരിയ എങ്ങാണ്ടാ തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, യൂട്യൂബിൽ വന്നതാ. അവിടെ അല്ലെങ്കിൽ ഒരു ഈ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു വന്നു. ഭാര്യയും 3 മക്കളുമുണ്ട്. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ ഗോത്രന്മാരെല്ലാരും കൂടെ അവരുടെ ഒരു വലിയ യോഗം വിളിച്ചു കൂട്ടി. അല്ലെങ്കിൽ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ സേവിക്കുന്ന ദൈവം യേശു ദൈവം അല്ലെന്ന് പറയാൻ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അമ്പും വില്ലും അതെടുത്തിട്ട് വിഷം പരട്ടി ഭാര്യയുടെ മേൽ എഴുതു. അല്ലെങ്കിൽ ഭാര്യ മരിച്ചു വീണു. അന്നേരം പാടിയ പാട്ടാണ്, I have decided to follow Jesus. No turning back. No turning back. ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചു പാടും കേട്ടോ. പക്കൊരു പനി വന്നാൽ നമ്മൾ ചോദ്യം ചെയ്യും,
ഭക്തൻ ഇത് പാടിയത് എപ്പോഴാണെന്നറിയാം. എനിക്ക് ഒത്തിരി ഭാരം തോന്നി. ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഭാര്യ മരിച്ചു വീണപ്പം പറയുക, യേശുവിന്റെ പിൻപേ പോകാൻ ഞാൻ ഉറച്ചിരിക്കുകയാ, ഞാൻ മടങ്ങി പോകത്തില്ല, ഞാൻ മടങ്ങി പോകത്തില്ല. 3 മക്കളെയും ഹല്ലേലൂയ കൊന്നിട്ടു. അന്നേരവും ഭക്തൻ പാടി. ഒടുവിൽ ഭക്തനെ കൊന്നു കേട്ടോ. ദൈവത്തിലെ അവരിൽ 5 പേരും നിന്നിട്ട് പറയുകയാ, അല്ലല്ലേ ബേബി ആന്റി, അല്ലല്ലേ ഓടിക്കോ, അല്ലല്ലേ ഫിനിഷിംഗ് പോയിന്റിൽ ഞങ്ങൾ ഓടിയത് എങ്ങനാ, ഞങ്ങൾ പിന്മാറി പോകാഞ്ഞത് എങ്ങനാന്നറിയാമോ? അല്ലല്ലേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ആ ഫിനിഷിംഗ് പോയിന്റിൽ കണ്ടു. അതുകൊണ്ട് ഓടിക്കോ. സാക്ഷികളുടെ ഈ വലിയ സമൂഹം ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും വിളിച്ചു പറയുക, ഓടിക്കോ. രക്തസാക്ഷികളുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ അതൊക്കെ ഞാൻ പിന്നീട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ വചനം ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ, അല്ലെ നിങ്ങൾക്കറിയാമോ മെഴുകു ശീലയിലൊക്കെ പൊതിഞ്ഞെന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് പോലെ മെഴുകുണ്ടാക്കും, അല്ലെ ആക്കും, അല്ലെ ഷീറ്റാക്കും. അതിനകത്ത് ഭക്തനെ അങ്ങ് ചുരുട്ടിയിട്ട് രാജാവ് കളിയൊക്കെ കാണാൻ വരുന്ന എന്റർടൈൻമെന്റിന് വരുന്ന സ്ഥലത്ത് ഓരോ തൂണിലോട്ട് നാട്ടും. എന്നിട്ട് അല്ലല്ലേ ഈ ഭക്തനെ കത്തിക്കും കാലിന്റെ അവിടുന്ന്. മെഴുകുതിരി പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളവരല്ലേ, ഒരു മെഴുകുതിരി എത്ര ദിവസം നമ്മൾ ഉപയോഗിക്കും? പെട്ടെന്ന് കത്തിത്തീരുന്ന വസ്തുവാണോ? ഉരുകി കാല് പൊളിഞ്ഞ് മാംസം പൊളിഞ്ഞ് കത്തി ഹല്ലേലൂയ. ഇവർ പരിപാടി കഴിഞ്ഞു പോകുമ്പോഴും ഭക്തൻ മരിച്ചു കാണണമെന്നില്ല കേട്ടോ. അങ്ങനെ നിന്നും മരിച്ചവൻ ഹല്ലേലൂയ തള്ളി പറയാഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഫിനിഷിംഗ് പോയിന്റ് സ്തെഫാനോസ് കണ്ടതുപോലെ യേശു നിൽക്കുന്നതാ കണ്ടു. അവർ വിളിച്ചു പറയുക, ബിന്ദുവേ, ഞാൻ എന്നെ തന്നെ പറയാ, എന്നോട് പറഞ്ഞതാ അല്ലെ, അവരവരെ ഏറ്റെടുത്ത് വിളിച്ചു പറഞ്ഞു, പിന്മാറി പോകല്ലേ, ജീവിതത്തിന്റെ വിഷയത്തിന്റെ മുമ്പിൽ പിറവിർത്തു പോകല്ലേ. ഫിനിഷിംഗ് പോയിന്റിൽ നിനക്ക് വേണ്ടി നിൽക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നീ നിന്റെ ഓട്ടം സ്ഥിരതയോട് ഓടാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്കറിയാം സമയം ഒത്തിരി പോയെന്ന്, ഹല്ലേലൂയ ഹല്ലേലൂയ. എങ്കിലും ഞാനൊന്ന് നിർത്തിക്കോട്ടെ ഫേബി ആന്റി, ഈ ഒരു വിഷയം നിർത്തിക്കോട്ടെ. ഹല്ലേലൂയ. എനിക്കറിയാം ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി, എന്നാലും കേൾക്കുന്നവരുണ്ടല്ലോ അവരുടെ സമയം കൊണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തത് ഹല്ലേലൂയ നമുക്കറിയാം. ഹല്ലേലൂയ ഒരു മാതാവ്, ഹല്ലേലൂയ രക്തസാക്ഷികളുടെ പുസ്തകം വായിച്ചാൽ കാണാം, ഒരു മാതാവ് 7 മക്കളാണോ 9 മക്കളാണോ എന്ന് എനിക്കറിയത്തില്ല, 7 തോന്നുന്നു. 7 മക്കളെ നിർത്തി. മൂത്തവനെ ഇങ്ങോട്ട് പിടിച്ചു. മാതാവിനോട് ചോദിച്ചു, അവനോട് ചോദിച്ചു, യേശുവിനെ തള്ളി നടന്നതാ, ഇതൊന്നും കഥയല്ല, നടന്ന സംഭവങ്ങൾ തള്ളി പറയുമോ എന്ന് ചോദിച്ചു. ആ മാതാവ് പറഞ്ഞു ഇല്ല. അറിയാമോ, നെഞ്ചു പിളർന്ന് ഹൃദയവും കരളും എല്ലാം വെളിയിലിട്ട് നിഷ്ഠൂരമായി കൊന്നു കേട്ടോ. എന്നിട്ടും ആ അമ്മ പിന്മാറിയില്ല. രണ്ടാമനെ വിളിച്ചു വരുത്തി വയറിനകത്തു നിന്നുള്ള കുടലെല്ലാം കുത്തി തുറന്നിട്ട് നിഷ്ഠൂരമായി, തിരിച്ചു പറയേണ്ടതിന് നിഷ്ഠൂരമായി കൊന്നൊടുക്കി. ആ അമ്മ തിരിച്ചു പറഞ്ഞില്ല, 6 പേരെ നിഷ്ഠൂരമായി കൊന്നു. 7ാമത്തവൻ വന്നപ്പോൾ അവൻ പേടിച്ചളവൻ അമ്മയെ നോക്കി. അമ്മ പറഞ്ഞു, മോനെ, അച്ചാച്ചന്മാർ പോയെടുത്തു മോനും പോകണം, അമ്മയും പുറകെ വരും. യേശുപ്പച്ചനെ തള്ളി പറയരുതേ. കുഞ്ഞിന് മാർക്ക് കുറഞ്ഞ പിറുവിറുക്കുന്ന മാതാവേ, ഒരു പനി വന്നാൽ പിറുവിറുക്കുന്ന അമ്മേ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർത്തോ, സ്വർഗത്തിൽ പോകാൻ ഇരിക്കുക ഞാൻ സഹിതമാകട്ടോ. എന്നാൽ 7 എണ്ണമാണോ 9 എണ്ണമാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത്രയും എണ്ണത്തെ കൺമുമ്പിൽ ഇട്ട് നിഷ്ഠൂരമായി കൊന്നൊടുക്കിയപ്പോഴും ആ മാതാവ് യേശുവിന് വേണ്ടി നിന്നു. ആ മാതാവും ആ 7 മക്കളും നമ്മുടെ ചുറ്റും നിന്നിട്ട് പറയുക, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ചുറ്റും നിന്നിട്ട് പറയുക, ജീവിതത്തിലുള്ള ചെറിയ ഭാരം വിട്, മുറുകെ പറ്റുന്ന, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വിഷയം, ഞാൻ അതൊന്നും പറഞ്ഞില്ല. മുറുകെ പറ്റുന്ന പാപം വിട്ട് ഓടിക്കണം. നിന്ന് കഴിഞ്ഞാൽ ഈ പാപം കയറി പിടിക്കും. അല്ലല്ലേ അല്ലല്ലേ. വലിയ കൂട്ടുവിശ്വാസിയോട് ഭാരം,
പാസ്റ്ററോട് ഭാര്യ വിട്ടുകളയുന്നേ, ഈ അമ്മയുടെ മുമ്പിൽ ഇതിനൊക്കെ വല്ലതും ഉണ്ടോ, അത് പറഞ്ഞു ഇത് പറഞ്ഞെന്നുള്ള ഭാരം നാളുകളായി മുറുകെ പിടിച്ചേക്കുമല്ലേ. അല്ല, ഈ അമ്മയുടെ മുമ്പിൽ നമ്മുടെ ഭാരത്തിന് വല്ല പ്രശസ്തിയും ഉണ്ടോ? ആ അമ്മ വിളിച്ചു പറയുകയോ, ഫിനിഷിംഗ് പോയിന്റ് നിൽക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നീ ഓടാ. ഭക്തന്മാരെ പിന്നീട് കൊന്നത് എങ്ങനെയാണെന്നറിയാമോ? വളഞ്ഞു നിൽക്കുന്ന രണ്ടു മരങ്ങൾ അല്ലെങ്കിൽ ആനയെ കൊണ്ട് ചേർത്ത് പിടിപ്പിക്കും. അല്ലെ, ഒരു കാലും ഒരു കൈയും ഒരു മരത്തെ കിട്ടും, മറ്റേ കാലും മറ്റേ കൈയും മറ്റു മരത്തെ കിട്ടും. എന്നിട്ട് യേശുവിനെ വേണ്ടാന്ന് പറയുമ്പോ പറയാതിരിക്കുമ്പോൾ ഈ മാനെ ഇത് വിടിവിക്കും. ഈ പിടിച്ചത് ഇതിലെ ഭക്തന്റെ മാംസവും രക്തവും എത്ര കിലോമീറ്റർ തെറിച്ചു പോയി. അങ്ങനെ നിന്ന ഭക്തന്മാരാ കേട്ടോ നമ്മൾ ചെറിയ വിഷയത്തിന് പിറുപിറുത്തോണ്ടിരിക്കുന്നത്. അവര് നിന്നിട്ട് വിളിച്ചു പറയാ, ജിൻസോ ഓടിക്കോ ഓടിക്കോ, ഞങ്ങൾ ഓടി ഓട്ടം തികച്ചവരാ. ഫിനിഷിംഗ് പോയിന്റിൽ നമ്മുടെ അപ്പൻ നിൽപ്പുണ്ട്. അവൻ അനുഭവിക്കാത്ത ഒരു കഷ്ടതയും ഇല്ല. അവൻ സകലതും അനുഭവിച്ച് തീർച്ചിട്ട് അവൻ അവിടെ അവന്റെ മക്കളെ നോക്കി നിൽക്കുക. അല്ല, ചെറിയ ചെറിയ പാരമ്പര്യ ദൈവമക്കളെ, ദൈവദാസിമാരെ വിട്ടുകളയണേ, മുറുകെ പിടിച്ചോണ്ടിരിക്കരുതേ. ഹല്ലേലൂയ. അവർ ചെയ്തതും അവർ പറഞ്ഞതും ഒക്കെ വിട്ടുകളാ. ഹല്ലേലൂയ. ഓട്ടം ഓടി തികക്കെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ നോക്കിയാൽ ഇത് ഭാരമൊന്നും ഭാരമല്ല. ഹല്ലേലൂയ. യേശുവിനെ നോക്കാത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതുപോലെ ഞാൻ കേട്ടതാ, കുഴിച്ചിട്ട് പറയുമ്പോ ഒക്കെ ഭയങ്കര. ഇതൊക്കെ ഞാൻ കുറെ ചിന്തിച്ചപ്പോഴാ, ഉമി ഇട്ടിട്ട് കുഴിക്കകത്ത് ഇട്ടിട്ട് ഭക്തനെ തീ കത്തി. ഉമി പെട്ടെന്ന് കത്തി തീരുമോ ജയാൻറ്റി? ഹല്ലേലൂയ. ഉമിയെ നീറി 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 എത്ര ദിവസം കൊണ്ടാ കത്തിത്തീരുന്നത്. ഒരുവനെ ഇട്ടവന്റെ മരണം കണ്ടിട്ട് അടുത്തവനെ ഇടുന്നത്. അടുത്തവനും തിരുത്തി പറഞ്ഞില്ല കേട്ടോ. നോട്ടം യേശുവിലാ. ഞാൻ വിശ്വസിക്കുന്നത് സ്തേഫാനോസ് യേശു എഴുന്നേൽക്ക് നിൽക്കുന്നത് കണ്ടെങ്കിൽ ദൈവത്തിന് മുഖപക്ഷമില്ല. ഈ ഭക്തന്മാരും യേശുവിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ ഈ കഷ്ടതയുടെ നടുവിൽ അവർ വിട്ടുകളയാതെ ത്യജിച്ചു പറയാതെ എഴുന്നേറ്റ് നിന്നത്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറഞ്ഞ അപ്പോസ്തലനോ ഹല്ലേലൂയ നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണേ, വേറെ എങ്ങും നോക്കരുതേ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധ മാറിപ്പോയാൽ ഹല്ലേലൂയ 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 ശ്രദ്ധ മാറിപ്പോകല്ലേ, നോട്ടം മാറിപ്പോകല്ലേ. ഓട്ടം ഓടി തികയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഓർത്തത് ഭയപ്പെടുകയും ഉത്സാഹിക്കുകയും കൂടെ തീർക്കണമെന്നാ ഓർത്തത്. എന്നാൽ 10:06 ഹല്ലേലൂയ. അധിക പ്രസംഗം പന്നലാണല്ലോ. ഹല്ലേലൂയ. 2 വിഷയം തീർക്കാനേ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ. എന്നാലും ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേലൂയ, അത് ഹല്ലേലൂയ നിങ്ങൾക്ക് ബലമായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഹല്ലേലൂയ. ദൈവം സംസാരിച്ചെങ്കിൽ, പരിശുദ്ധാത്മാവ് സംസാരിച്ചെങ്കിൽ കരം ഉയർത്തി ഒന്ന് നന്ദി പറയാമോ? വിശുദ്ധ സഹോദരന്മാരെ വിളിക്കട്ടെ. എന്തോ നാം സ്വീകരിച്ചു പറഞ്ഞ അപ്പോസ്തലൻ ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല സ്വീകരിച്ചത്. യേശുവിന് വേണ്ടി ഞാൻ ജീവിച്ചോളാം, മരണപര്യന്തം വിശ്വസ്തയായിരുന്നോളാം. ഹല്ലേലൂയ. ഇതിനെ വിട്ടുകളയല്ലേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹാപുരോഹിതൻ എന്നുള്ള വിഷയത്തെ തൊട്ടില്ല, അത് തൊടാൻ പറ്റത്തില്ല. ഇതിൽ അത്രയുണ്ട് അത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ഓടാൻ കൃപയാകട്ടെ. ഹല്ലേലൂയ. സാക്ഷികളുടെ ഇത് നോക്കണം എന്നുള്ളതിന് ഹൃദയത്തെ നോക്കണം. അവിശ്വാസം ഉണ്ടായോ എന്ന് നോക്കണം. മുളയിലെ പറിച്ചു കളഞ്ഞോണേ. ഹല്ലേലൂയ. അടുത്തത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കോണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഹല്ലേലൂയ നമ്മൾക്ക് അതിന് കൃപ നൽകട്ടെ. അല്ലെങ്കിൽ ദൈവം അതിന് സഹായിക്കട്ടെ. എന്തെങ്കിലും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ കയറുന്ന ഞാൻ വിശ്വസിച്ചോട്ടെ. ഇന്ന് ഫേബ ആന്റി പറഞ്ഞതുപോലെ 2024 നവംബർ 18 പറഞ്ഞ പ്രസംഗം ഇന്നും ഓർമ്മയുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം. ഇതിലും എന്തെങ്കിലും ഒക്കെ ഇനി ആന്റി എനിക്ക് അടുത്ത വർഷം തരുന്നെങ്കിൽ അന്നേരം ഓർമ്മയുണ്ടെന്ന് പറയത്തക്ക രീതി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവം സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വരവിൽ കാണപ്പെടുവാൻ ഇടയാക്കട്ടെ. ശ്രദ്ധ
മാറിപ്പോകല്ലേ, നോട്ടം മാറിപ്പോകല്ലേ. നിത്യതയിലെത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരം തന്നതും ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് മാറാനാഥ, നമ്മുടെ പ്രാണപ്രിയൻ വരാൻ കാലമായി. ഹല്ലേലൂയ. നമുക്ക് ഒരുങ്ങാം. ആമേൻ, ആമേൻ, ആമേൻ.